ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഓണപരീക്ഷയ്ക്ക് എങ്ങെത്തിയില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? അപ്പം നമുക്കിന്ന് പരീക്ഷയിലേക്ക് കടക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഗണിതമാണ്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് സ്ഥലമുണ്ട്. അവിടെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. തൊട്ട് താഴെയായിട്ട് എത്ര ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ എത്ര പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്കുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര പ്രവർത്തനങ്ങളാണുള്ളത്? 6 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്കുള്ളത്. ഷോപ്പിംഗ് ഉത്സവം, നമ്പർ ചെയിൻ, പതാക ഉയർത്താം, അടുത്തതാര്, ബാഗിലെത്ര, നിറം നൽകാം. തൊട്ട് താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചതിന് ശേഷം മാത്രമേ കൂട്ടുകാർ ആൻസർ എഴുതാൻ പാടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുന്നതിന് മുന്നേ നന്നായി വായിക്കുക. 15 മിനിറ്റ് വായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആ സമയത്ത് കൂട്ടുകാർ ഉത്തരം എഴുതേണ്ടതില്ല. 1ാമത്തെ ആക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് എഴുതണം. തുടർന്നുള്ള 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഞാനിവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, ഷോപ്പിംഗ് ഉത്സവം. രാമുവും അനുവും കൂടെ ഉത്സവത്തിന് പോയി. അവർ തിരിച്ചു വരുമ്പോൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കയറി. അവരുടെ കയ്യിൽ 100 രൂപയാണ് ഉണ്ടായിരുന്നത്. അവർ കടയുടെ പുറത്ത് വച്ചിരുന്ന വില വിവര പട്ടിക കണ്ടു. നോക്കിയേ കൂട്ടുകാരെ, മനോഹരമായ ഒരു കളിപ്പാട്ട കടയാണല്ലേ. അവിടെ ആ കടയുടെ അല്ലെങ്കിൽ ആ ഷോപ്പിൻ്റെ പുറത്തായിട്ട് ഒരു വില വിവര പട്ടിക വച്ചിട്ടുണ്ട്. നോക്കിയേ, സാധനങ്ങൾ, അവയുടെ വില. ബലൂൺ 10 രൂപ, കാറ് 30 രൂപ, ടോയ് ഡ്രം 25 രൂപ. ചോദ്യങ്ങൾ നോക്കാം. രാമു ഒരു ബലൂണും കാറും വാങ്ങി. അനു ഒരു ടോയ് ഡ്രം വാങ്ങി. ചോദ്യം, അനുവിന് എത്ര രൂപ ചിലവായി? അനു എന്താണ് വാങ്ങിയത്? ഒരു ടോയ് ഡ്രമ്മാണ് വാങ്ങിയത്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, വില വിവര പട്ടിക കാണാമല്ലേ. അനു വാങ്ങിയത് 25 രൂപയ്ക്കുള്ള ഒരു ടോയ് ഡ്രമ്മാണ്. എഴുതിക്കോളൂ, അനുവിന് 25 രൂപയാണ് ചിലവായത്. 2ാമത്തെ ചോദ്യം, രാമുവിന് എത്ര രൂപ ചിലവായി? രാമു എന്തൊക്കെയാണ് വാങ്ങിയത്? രാമു ഒരു ബലൂണും ഒരു കാറുമാണ് വാങ്ങിയത്. ബലൂണിന് എത്ര രൂപയാണ്? അതെ, 10 രൂപയാണല്ലേ. കാറിനോ 30 രൂപ. അപ്പോൾ 10 + 30, 10നോട് 30 കൂടെ കൂട്ടി നോക്കൂ. അതെ, രാമുവിന് 40 രൂപയാണ് ആകെ ചിലവായത്. ചോദ്യം, ആകെ 2 പേർക്കും കൂടെ ചിലവായത് എത്ര രൂപ? ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, അനുവിന് 25 രൂപയും രാമുവിന് 40 രൂപയും ചിലവായി. 2 പേർക്കും കൂടെ ആകെ എത്ര രൂപ ചിലവായി? എങ്ങനെ കണ്ടുപിടിക്കും? 2 പേർക്കും ചിലവായ തുക തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടിക്കോളൂ. 40 + 25 65 രൂപ. അപ്പോൾ 2 പേർക്കും കൂടെ ചിലവായത് 65 രൂപ. ക്വസ്റ്റ്യൻ നോക്കിയേ, കടക്കാരൻ അവർ 100 രൂപ കൊടുത്തു. എത്ര രൂപയാണ് കടക്കാരൻ തിരികെ കൊടുക്കേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്കും? 100ൽ നിന്ന് ഈ 2 പേർക്കും കൂടെ ചിലവായ 65 രൂപ കുറച്ചാൽ മതിയല്ലേ. കുറച്ചോളൂ. 35 രൂപയാണ് കടക്കാരൻ രാമുവിനും അനുവിനുമായി തിരികെ കൊടുക്കേണ്ടത്. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 2, നമ്പർ ചെയിൻ. 100കളുടെ കൂട്ടങ്ങളാക്കി എഴുതാമോ? ഇവിടെ കണ്ടോ കൂട്ടുകാരെ, 700, 900 2 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. അതിനെ നമുക്ക് 100ൻ്റെ കൂട്ടങ്ങളായി കൂട്ടി എഴുതണം. ഇവിടെ 1 കൂട്ടുകാർക്ക് വേണ്ടി തന്നിട്ടുണ്ട്. 300 + 400 = 700. ഇനി അടുത്തെങ്ങനെ എഴുതാം? 100 +
600 എത്രയാണ്? 700. അടുത്ത് 200 അധികം 500 എത്രയാണ്? അതെ, 700. അതുപോലെ നമുക്ക് 900-നെയും എഴുതാമോ? 100ൻ്റെ കൂട്ടങ്ങളാക്കി തന്നെ എഴുതണം കേട്ടോ. എഴുതിക്കോളൂ. 500 അധികം 400 900. അടുത്ത് 600 അധികം 300 900. അടുത്ത് 700 അധികം 200 900. അടുത്ത് 100 അധികം 800 900. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ 100ൻ്റെയും 10ൻ്റെയും 1000ങ്ങളുടെയും കൂട്ടങ്ങളാക്കി എഴുതാൻ പറഞ്ഞാൽ എഴുതാമല്ലോ അല്ലേ? അടുത്ത് നോക്കൂ. പ്രവർത്തനം 3, പതാക ഉയർത്താം. അനുവിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരം തോരണം കെട്ടി അലങ്കരിച്ചു. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കാമോ? ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതണേ. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, മനോഹരമായ തോരണം കൊടുത്തിട്ടുണ്ടല്ലേ? അതിൽ ചിലതിനൊക്കെ നിറവും കൊടുത്തിട്ടുണ്ട്. വൃത്താകൃതിക്ക് ചുവന്ന നിറവും, ചതുരത്തിന് നീല നിറവും, ത്രികോണത്തിന് പച്ച നിറവുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ തോരണങ്ങൾക്കും നിറം കൊടുക്കാം. കൊടുത്തോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ കൂട്ടുകാരെ? അതെ. ഇനി നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. തോരണത്തിലെ ഓരോ രൂപവും എത്ര എണ്ണമാണെന്ന് എണ്ണി എഴുതാമോ? ഇവിടെ നോക്കിയേ, രൂപം ചതുരം എത്ര എണ്ണമാണുള്ളത്? എണ്ണി എഴുതിക്കോളൂ. 10 എണ്ണമാണുള്ളത്. അടുത്ത് ത്രികോണം എത്ര എണ്ണമാണുള്ളത് കൂട്ടുകാരെ? അതെ, 32 ത്രികോണങ്ങളാണുള്ളത്. അടുത്ത് വൃത്തം എത്ര എണ്ണമാണുള്ളത്? അതെ, 21 വൃത്തങ്ങളാണ് ഉള്ളത്. അടുത്ത് കുത്തുകളിട്ട വരയിലൂടെ മുറിച്ച് കിട്ടുന്ന രൂപം എന്താണ്? ഇവിടെ എഴുതണം. നോക്കിയേ കൂട്ടുകാരെ, ഇവിടെ കുത്തുകളിട്ട വര കണ്ടില്ലേ? ഇതിനെ നമുക്ക് മുറിച്ച് നോക്കാം. മുറിച്ചാൽ കിട്ടുന്ന രൂപം ഏതാണ്? അതെ, ത്രികോണമാണല്ലേ. അടുത്ത് നോക്കിയേ, ബിയിലെ കുത്തുകളിട്ട വരയിലൂടെ നമുക്ക് മുറിച്ച് നോക്കാമോ? മുറിച്ച് നോക്കൂ കൂട്ടുകാരെ. ഏത് രൂപമാണ് കിട്ടുന്നത്? അതെ, ചതുരമാണ് കിട്ടുന്നതല്ലേ. അടുത്ത് നോക്കിയേ, വീണ്ടും നമുക്ക് കുത്തുകളിട്ട വരകളിലൂടെ മുറിച്ചു നോക്കാമോ? നോക്കൂ. ഏത് രൂപമാണ്? ദീർഘചതുരമാണ് കിട്ടിയിരിക്കുന്നതല്ലേ. അടുത്ത് നോക്കി, താഴെ തന്നിട്ടുള്ള രൂപങ്ങളെ ഒരു വര വരച്ച് 2 ത്രികോണമാക്കുക. വരച്ചു നോക്കൂ. കഴിയാത്തവ ഏതെല്ലാം? നമുക്ക് ഒരു വര വരയ്ക്കാം. 2 ത്രികോണമാകുന്നുണ്ടോ എന്ന് നോക്കാമോ? അതെ അല്ലേ, നമ്മൾ വര വരച്ചപ്പോൾ 2 ത്രികോണമായി. ഇത് ഒരു ത്രികോണം, ഇത് മറ്റൊരു ത്രികോണം. ഇനി നമുക്ക് ബിയിൽ ഒരു വര വരച്ച് നോക്കാം. വരച്ചു, ത്രികോണമായില്ലേ? അതെ, ഇതൊരു ത്രികോണം, ഇത് മറ്റൊരു ത്രികോണം. ഇനി സിയിൽ വരയ്ക്കാം. 2 ത്രികോണങ്ങൾ ലഭിച്ചു. ഇതൊരു ത്രികോണം, ഇത് മറ്റൊരു ത്രികോണം അല്ലേ? ഇനി ഡി ചിത്രത്തിൽ വരയ്ക്കാം. വരച്ചു, ഇവിടെ ഒരു ത്രികോണം നമുക്ക് കിട്ടി. ഇത് ത്രികോണമാണോ? അല്ല. അപ്പം നമുക്ക് 2 ത്രികോണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇനി ഈ ചിത്രത്തിൽ വരയ്ക്കാം. വരച്ചു, ഇത് ത്രികോണമാണോ? അല്ല. ഇതോ? അല്ല. അപ്പം നമുക്ക് ത്രികോണം ലഭിച്ചില്ല. അപ്പോൾ DE 2 ചിത്രങ്ങളിലാണ് നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തവ നമുക്ക് ടിക്ക് ചെയ്യാം. DE 2 എണ്ണത്തിന് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 4, അടുത്തതാര്? പാറ്റേൺ പൂർത്തിയാക്കാമോ? കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാറ്റേൺ പൂർത്തിയാക്കുക. ഇത് നോക്കിയ കൂട്ടുകാരെ, ഒരു ചതുരത്തിൽ ഓരോ ഭാഗത്തായിട്ട് ത്രികോണങ്ങൾ അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പട്ടം പോലെ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ വലത് സൈഡിൽ മുകളിലായിട്ടാണ് ഉള്ളത്, ഇത് വലത് സൈഡിൽ താഴെയായിട്ടാണുള്ളത്. ഇവിടെ വലത് സൈഡിൽ, ഇവിടെ ഇടത് സൈഡിൽ താഴ്ഭാഗത്തായിട്ടാണ് ത്രികോണം കാണുന്നത്. അപ്പം നമുക്കെങ്ങനെ വരയ്ക്കാം? ആദ്യം ഒരു ചതുരം വരയ്ക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് എവിടെയാണ് നമ്മുടെ ത്രികോണം വരുന്നത്? അതെ, ഈ ഭാഗത്താണല്ലേ. വരച്ചോളൂ. വരച്ചു. അടുത്ത് നോക്കിയേ, ആദ്യം ഒരു ത്രികോണം,
പിന്നെ വൃത്തമാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ത്രികോണം, പിന്നെ ഇടതുഭാഗത്തായിട്ടൊരു ചെറിയ വൃത്തവുമാണ്. പിന്നെയോ ത്രികോണവും ഇടത് ഭാഗത്ത് നടുവിലായിട്ടാണ് വൃത്തം. അടുത്തോ ഒരു ത്രികോണം, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വൃത്തം വന്നിരിക്കുന്നത്. ഇനി അടുത്തെവിടെയായിരിക്കും വരിക? ആദ്യം നമുക്ക് ത്രികോണം വരയ്ക്കാം. വരച്ചു. വൃത്തം എവിടെയായിരിക്കും വരിക കൂട്ടുകാരെ? അതെ, വലതുഭാഗത്ത് നടുവിലായിരിക്കും വൃത്തം വരിക. വരച്ചോളൂ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ പാറ്റേൺ പൂർത്തിയാക്കാനും അതുപോലെ പാറ്റേൺ സ്വന്തമായിട്ടുണ്ടാക്കി വരയ്ക്കാനും ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. സംഖ്യാ പാറ്റേണുകളും കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ സംഖ്യാ പാറ്റേണുകളും ഇതുപോലുള്ള ജാമിതീയ പാറ്റേണുകളും കൂട്ടുകാർക്ക് ചോദിക്കാം. അപ്പോൾ രണ്ടും കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത് പ്രവർത്തനം 5. ബാഗിൽ എത്ര പെൻസിലുകൾ വീതമാണ് ഉള്ളത്? കൂട്ടി എഴുതാമോ? എഴുതാം. ഇവിടെ നോക്കിയേ, 2 പാക്കറ്റുകളിലായിട്ട് 1000 പെൻസിലുകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് 1 കൊടുത്തിട്ടുണ്ട്. 300 + 700 = 1000. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, 1000 പെൻസിലുകളാണ് 2 ബാഗിലും കൂടെ ഉള്ളത്. ഒരു ബാഗിൽ 100 എണ്ണമാണുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ ബാഗിൽ എത്ര എണ്ണമായിരിക്കും ഉള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? 1000-ൽ നിന്ന് 100 കുറച്ചാൽ പോരെ? കുറച്ചിട്ട് ഇവിടെ എഴുതിക്കോളൂ. എത്രയാണ്? അതെ, 900 രണ്ടാമത്തെ ബാഗിൽ ഉള്ളത്. അടുത്ത നോക്കിയേ, 1000 ഉണ്ട്. നമ്മൾ തന്നെ ഓരോ ബാഗിലും എത്ര എണ്ണം വീതമാണുള്ളതെന്ന് എഴുതണം. എഴുതിക്കോളൂ. 500. ഒരു ബാഗിൽ 500 എണ്ണമാണുള്ളത്. അതുപോലെ തന്നെ അടുത്ത ബാഗിലും 500 പെൻസിലുകളാണുള്ളത്. അങ്ങനെയെങ്കിൽ 500നോട് 500 കൂട്ടുമ്പോൾ എത്രയാണ് കൂട്ടുകാരെ ലഭിക്കുന്നത്? അതെ, 1000 ലഭിക്കുന്നത്. അടുത്ത് നോക്കിയേ, വീണ്ടും അടുത്ത 2 ബാഗുകളുണ്ട്. നമുക്ക് എഴുതി നോക്കാം. ഒന്നിൽ 600 പെൻസിലുകളാണുള്ളത്. എത്ര എണ്ണമാണ് കൂട്ടുകാരെ? അതെ, 600 പെൻസിലുകളാണ് ഒന്നിലുള്ളത്. മറ്റേതിലോ? അതെ, 400 പെൻസിലുകളാണ് രണ്ടാമത്തെ ബാഗിലുള്ളത്. അങ്ങനെയെങ്കിൽ 2 ബാഗിലും കൂടെ എത്ര പെൻസിലുകൾ ഉണ്ടാകേ? അതെ, 1000 പെൻസിലുകളുണ്ട്. കണ്ടെത്തി എഴുതിയില്ലേ? എഴുതി. അടുത്ത് കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ ചോദ്യം, പ്രവർത്തനം 6, നിറം നൽകാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് വാല്യുവേഷന് വരുന്നതല്ല. അപ്പോൾ കൂട്ടുകാർ നിറം കൊടുക്കാനൊക്കെ നന്നായി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പൂക്കളത്തിന് നിറം കൊടുക്കാമോ? അനുയോജ്യമായ നിറങ്ങൾ തന്നെ കൊടുക്കണം കേട്ടോ. ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഗണിതം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം എളുപ്പമായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ കൂട്ടുകാർ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്